നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട അവസാനവട്ട അന്വേഷണത്തിലേക്ക് കടന്ന് പ്രത്യേക അന്വേഷണ സംഘം. ശബരിമലയിൽ SITയുടെ നിർണായക പരിശോധന അല്പസമയത്തിനകം ആരംഭിക്കും. SIT സന്നിധാനത്തെത്തിയിട്ടുണ്ട്. മിഥുനമാസ പൂജകൾക്കായി നട തുറന്നതിന് ശേഷമാണ് പരിശോധന ആരംഭിക്കുക. പ്രഭാമണ്ഡലവും കട്ടിളപ്പാളിയും താഴത്തെ ഭാഗവുമാണ് ഇളക്കി പരിശോധിക്കുന്നത്. ശ്രീകോവിലിന് മുന്നിലുള്ള പ്രഭാമണ്ഡലവും കട്ടിളപ്പാളിയുടെ താഴ്ഭാഗവും ഏപ്രിലിൽ നടന്ന പരിശോധനയിൽ ആവശ്യമായ സൗകര്യങ്ങളില്ലാത്തതിനാൽ അത് ഒഴിവാക്കിയിരുന്നു. പ്രഭാമണ്ഡലത്തിൽ നിന്ന് സ്വർണം കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന നടക്കുന്നത്. അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണിത്. മിഥുനമാസ പൂജകൾക്കായി നട തുറന്ന സാഹചര്യത്തിലാണ് SIT സംഘം സന്നിധാനത്തെത്തിയത്. വിശ്വാസപരമായ കാര്യങ്ങളാൽ പ്രഭാമണ്ഡലം കൂടുതൽ സമയം മാറ്റിവെക്കാൻ സാധിക്കാത്തതിനാൽ അത് അഴിച്ചെടുത്ത് പരിശോധന പൂർത്തിയാക്കി നടയടയ്ക്കുന്നതിന് മുൻപ് തന്നെ തിരികെ പ്രതിഷ്ഠിക്കേണ്ടതുണ്ട്. പരിശോധനകൾ ഇന്നും നാളെയുമായി പൂർത്തിയാക്കി എത്രയും വേഗം കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് SITയുടെ ലക്ഷ്യം. നേരത്തെ പലതവണ സമയം നീട്ടി ചോദിച്ചിരുന്നതിനാൽ ഇത്തവണ റിപ്പോർട്ട് നൽകാൻ കോടതി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ ദ്വാരപാലക ശില്പങ്ങൾ, കട്ടിളപ്പാളികൾ എന്നിവയിൽ നിന്ന് വലിയ ഭാഗങ്ങൾ മുറിച്ചെടുത്ത് ജംഷഡ്പൂരിലെ ലാബിലേക്ക് അയച്ചിരുന്നു. കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ ഏറ്റവും നിർണായകമാണ് ഈ പരിശോധനാ ഫലങ്ങൾ. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിരുന്നു. ചോദ്യം ചെയ്യാനുള്ള നോട്ടീസാണ് അയച്ചത്. ഈ മാസം 18-ന് മുമ്പ് പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് SITയുടെ നീക്കം. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഹാജരാകാനാണ് നോട്ടീസിൽ പറയുന്നത്. അടുത്ത റിപ്പോർട്ട് സമർപ്പിക്കും മുമ്പ് പ്രശാന്തിനെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. മുൻ ദേവസ്വം ബോർഡ് അംഗം അജികുമാറിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. 2025-ലെ സ്വർണ്ണപ്പാളി കൈമാറ്റത്തിലാണ് ചോദ്യം ചെയ്യൽ. കേസുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ PS പ്രശാന്തിനെ SIT ചോദ്യം ചെയ്തിരുന്നു. ദ്വാരപാലക ശില്പം സ്വർണ്ണം പൂശുന്നതിന് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് അന്വേഷണ സംഘം ചോദിച്ചതെന്നും തന്റെ മൊഴി രേഖപ്പെടുത്തിയതെന്നും പ്രശാന്ത് അന്ന് പറഞ്ഞിരുന്നു. നേരത്തെ കേസിൽ പ്രഭാമണ്ഡലത്തിന്റെയും വാതിൽ മുകൾ ഭാഗത്തെയും പാളികൾ ഇളക്കി സാമ്പിളുകൾ ശേഖരിക്കാൻ SITക്ക് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. ഈ സാമ്പിളുകളുടെ ലാബ് പരിശോധന ഫലം കവർച്ചയുടെ പൂർണ്ണമായ വിവരം ലഭിക്കാൻ നിർണായകമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2019-ൽ സ്മാർട്ട് ക്രിയേഷൻസ് യഥാർത്ഥ പാളികളിൽ പൊതിഞ്ഞിരുന്ന സ്വർണം സ്ട്രിപ്പിംഗ് സാൾട്ട് എന്ന പ്രത്യേകതരം ഉപ്പ് ഉപയോഗിച്ച് വേർതിരിച്ചെടുത്തു. ഇതിന്റെ സാമ്പിൾ ലാബ് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകില്ലെന്നും SIT വ്യക്തമാക്കി. 2025-ലെ ദ്വാരപാലക കടത്തിന്റെ അന്വേഷണ അവസാന ഘട്ടത്തിലാണെന്നും SIT വ്യക്തമാക്കിയിരുന്നു. കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവരുടെ വിശദാംശങ്ങൾ അടുത്ത റിപ്പോർട്ടിലൂടെ അറിയിക്കുമെന്നും ജൂൺ 18-ന് വിശദമായ റിപ്പോർട്ട് നൽകുമെന്നുമാണ് SIT വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക ശാസ്ത്രീയ പരിശോധന ഫലം നേരത്തെ പുറത്തു വന്നിരുന്നു. ദ്വാരപാളികളിൽ നിന്നും കട്ടിളപ്പാളിയിൽ നിന്നും സ്വർണം വേർതിരിച്ച ശേഷം കുറഞ്ഞ അളവിൽ സ്വർണം പൂശി തിരികെ സ്ഥാപിച്ചെന്നായിരുന്നു കണ്ടെത്തിയത്. ഇങ്ങനെ ഭൂരിഭാഗം സ്വർണവും കൊള്ളയടിക്കപ്പെട്ടെന്നാണ് SITയുടെ പ്രാഥമിക നിഗമനത്തിൽ പറയുന്നത്. അതേസമയം PS പ്രശാന്തിന്റെ ഭരണസമിതി കഴിഞ്ഞ വർഷം അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിൽ കൊണ്ടുപോയ പാളികളിൽ നിന്ന് പൂർണ്ണമായി സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നും കണ്ടെത്തലിൽ പറയുന്നു. ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളി, കട്ടിളപ്പാളി എന്നിവയിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചായിരുന്നു SIT ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചത്. 8ഓളം സാമ്പിളുകളാണ് ഇത്തരത്തിൽ പരിശോധനയ്ക്കായിട്ട് അയച്ചത്. ജംഷഡ്പൂരിലെ ലബോറട്ടറിയിലായിരുന്നു പരിശോധന. 2019-ലാണ് പാളികളിലെ സ്വർണം വേർതിരിച്ചത്. ദ്വാരപാലക പാളികളിലെയും കട്ടിളപ്പാളിയിലെയും സ്വർണം മാറ്റിയെന്നാണ് കണ്ടെത്തൽ. കുറഞ്ഞ അളവിൽ സ്വർണം പൂശി തിരികെ വെക്കുകയായിരുന്നു. ഐഡൈഡ് പ്രക്രിയ വഴിയാണ് പ്രതികൾ സ്വർണം വേർതിരിച്ചെടുത്തത്. 2025-ൽ എല്ലാ പാളികളിൽ നിന്നും സ്വർണം മാറ്റിയിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട്.